ഹലോ, അടുത്ത വീഡിയോ ആയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതേ വന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു കുഞ്ഞൊരു ഔട്ടിങ് വീഡിയോ ആണ് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് പുറത്തു പോയി എന്ന് പറയുമല്ലോ. ശരിക്കും അവർക്ക് മിഡ് ടേം എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു എക്സാം മാത്രം ബാക്കിയുണ്ട്, മൺഡേ. സോ നമ്മൾ വിചാരിച്ചു സാറ്റർഡേ എന്നാൽ പിന്നെ വൈകിട്ടല്ലേ, അപ്പോൾ അതുവരെ ഇരുത്തി പഠിപ്പിച്ചതിന് ശേഷം സാറ്റർഡേ ഒരു 5 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അവിടെ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ മോളുകളിലാണ് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ്, അല്ലെങ്കിൽ ഏതൊരു സെലിബ്രേഷൻ ആണെങ്കിലും ഫസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോൾസിലായിരിക്കും. അതെന്തായാലും നമ്മൾ കാണാൻ രസമാണല്ലോ. വീട്ടിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇത്ര അധികമായിട്ടൊന്നും നമ്മൾ അലങ്കാരപ്പണികളൊന്നും ചെയ്യില്ല. ഒരു ട്രീ വയ്ക്കും, അത്രയല്ലേ ഉള്ളൂ. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. ആൾക്കാരുടെ തിരക്കുമായിരുന്നു, നന്നായിട്ട് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക എന്ന് പറയില്ലോ. അപ്പോൾ ഇത് ലോവർ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഇപ്പോൾ ഇത് നടക്കണ്ടായിരുന്നത്. നമ്മളവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഇതേ നിൽക്കണു ആ ഒരു സ്നോമാനെ കണ്ടാൽ എനിക്ക് ഗ്രാമഫോൺ സിനിമയിലെ ദിലീപിനെ ഓർമ്മ വരും. ശരിക്കും ഒരാളാണോ എന്ന് എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വെയിറ്റ് നല്ല താങ്ങിയിട്ട് നിൽക്കണത് ഇനി ബലൂൺ പോലെ എങ്ങാനും വെച്ചതാണോ എന്ന്. പക്ഷേ ആൾക്കാർ ചെന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഇതുപോലെ ഒരു മ്യൂസിക്കൽ ഷോ നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം നിന്ന് കാണാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരക്ക് തന്നെയായിരുന്നു. പിന്നെ നമ്മളും ഈ സ്നോമാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊന്നും കുട്ടികൾക്ക് ഇപ്പോൾ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അവർ കുറച്ച് വലിയ കുട്ടികളായതുകൊണ്ട് പിന്നെ എല്ലാം ക്യൂ നിൽക്കുന്നത് കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടു എന്ന് മാത്രം. ക്രിസ്മസ് പപ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അകലെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഫുള്ളൊന്ന് കറങ്ങാം. അവിടെ ഇത് മാത്രമല്ല, ക്രിസ്മസിൻ്റെ പല ഇങ്ങനെ ഐറ്റംസൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ്, പിന്നെ പ്ലം കേക്ക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്റ്റോൾസ് പോലെ ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വൈബാണ് ശരിക്കും. എക്സാം ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്, എന്നാലും നമ്മൾക്കിത് കാണുമ്പോൾ ഒരു സ്ട്രെസ് റിലീഫാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് എന്തായാലും വരാമെന്ന് വിചാരിച്ചേ. അത്രയും വലിയ കാര്യമൊന്നുമില്ലല്ലോ, കുറച്ച് നേരത്തേക്കല്ലേ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ആ ലോവർ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ശരിക്ക് കൂടുതലുണ്ടായിരുന്നത്. വേറെ ഫ്ലോറിലും മറ്റ് സ്റ്റോറുകളിലൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ ക്രിസ്മസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. സാധാരണ നമുക്ക് ഓരോ സ്റ്റോറിൽ ഇപ്പോൾ മാക്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്രിസ്മസ് തീമായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ, ഡ്രസ്സുകൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ അതൊന്നും എനിക്കങ്ങനെ ഫീലായില്ല. പക്ഷേ ഡെക്കറേഷൻസ് മോളിൻ്റെ വകയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗേൾസ് ട്രിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാര്യമാണ് നിത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം എന്താ നടന്നതെന്നുള്ളത്. ഒരു ലോട്ട് വെച്ച് ഗിഫ്റ്റ് തരണതൊക്കെ. ഈയിടെയായിട്ട് പുറത്തു പോയാൽ മാത്രം കണ്ടുവരണ ഒരു ഡയലോഗാണിത്. ഇതുപോലെ 1-2 ഡയലോഗുകളും കൂടി ഈ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡയലോഗ് കേട്ടില്ലേ, വിശക്കുന്നു കഴിഞ്ഞു, ദാഹിക്കുന്നു കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടി വരാണ്ട്. അപ്പോൾ അതൊക്കെ വരണതിന് മുമ്പ് നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വടാപ്പാവാണ് വാങ്ങിച്ചത്. കാരണം ഡിന്നർ ടൈമൊന്നും ആയിട്ടുമില്ല, 6 മണി സമയമായിരുന്നു. അങ്ങനെ അവിടുന്ന് അത് കഴിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ മോളിൽ നിന്ന് ഇറങ്ങി. ജീവയിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, ജീവയിൽ വന്നതിൻ്റെ കാരണം എന്താണെന്ന്. അവിടുന്ന് നമ്മൾ നേരെ പോവായിരുന്നു. ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടുമില്ല, എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഡെക്കാത്തലോൺ പോവാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ വഴിയിൽ ആഡംസ് കണ്ടപ്പോൾ നിത്തുവിന് പോകണം. ചെറിയ ഈ റിങ് കമ്മലോളൊക്കെ ഇല്ലേ, സ്കൂളിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ്, അവിടുന്ന് നല്ല ക്വാളിറ്റിയിൽ കിട്ടും. അപ്പോൾ അവിടെ പോയി നമ്മൾ ആ കമ്മലുകൾ കുറച്ച് വാങ്ങിച്ചിട്ട് അവിടുന്ന് നേരെ ഡെക്കാത്തലോൺ പെരുങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബ്രിഗേഡ് ബിൽഡിങ് കാണാമല്ലോ, വേൾഡ് ട്രേഡ് സെൻറ്റർ, അതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ ഓഫീസ് വരണേ. അപ്പോൾ നമ്മൾ ആ വഴി പോയി. അവിടുന്ന് കുറച്ചടുത്താണ് ഡെക്കാത്തലോൺ. ഇത്രയും വലിയ സ്പോർട്സിൻ്റെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അടുത്താണെങ്കിൽ പോലും ആവശ്യമേ വന്നിട്ടില്ല. ഈവൻ സ്വിം വെയേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അടുത്ത് ജയചന്ദ്രനിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഡെക്കാത്തലോൺ പോയാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നി. റെമി മോളിൽ ഒരെണ്ണമുണ്ട്. അവിടെ നമ്മൾ ഒരു പ്രാവശ്യം റെമി മോളിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. തിരക്കേ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നറിയില്ല, സാറ്റർഡേ ഈവനിങ് ആണ്, പക്ഷെ തിരക്കില്ലായിരുന്നു.
അവിടെ പോയി നമ്മൾ മെയിനായിട്ട് ഈ ഒരു സാധനം വാങ്ങണമായിരുന്നു, അത് ഞാൻ പറയുന്നില്ല, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അവിടെ പോയി നമ്മൾ കുട്ടികളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ അൺഎൻഡിങ് ഓപ്ഷൻസ് ആണല്ലോ എല്ലാത്തിനും. ബോൾസ് നമ്മളതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കിത്തുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നീ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞൊരു ഫ്രീഡം കൊടുത്തു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. എല്ലാം എടുത്ത് നോക്കും. പിന്നെ അവിടെ കുട്ടികൾക്ക് സൈക്കിളൊക്കെ ഓടിക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കേണ്ടവർ, ഇവർ പിന്നെ അതൊന്നും നിന്നില്ല. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഫുള്ള് ജസ്റ്റ് ഒന്ന് കണ്ട് നമുക്കൊരാവശ്യമുള്ളൊരു സാധനം മാത്രമേ ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോവാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ 3ാമത്തെ ഡയലോഗ് വന്നത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഇപ്പം അടുത്ത് തന്നെ വരും കേട്ടോ അത്. അപ്പോൾ കേട്ടില്ലേ 3ാമത്തെ ഡയലോഗ്, എന്തെങ്കിലും സാധനങ്ങൾ വേണം എന്ന് പറയണത്. അങ്ങനെ ആ ഗെയിം വാങ്ങിച്ചു. കാരണം എക്സാം എന്തായാലും മൺഡേ കഴിയും, പിന്നെ വെക്കേഷനും വരാൻ പോവാണ് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് എപ്പോൾ നോക്കിയാലും ഈ TV കണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഗെയിം ആകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കളിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത സെക്കൻഡ് റിപ്പീറ്റ് വിശക്കണു ആരംഭിച്ചത്. അങ്ങനെ വന്നു. നമ്മൾ വഴിയിൽ തന്നെ ഉള്ളത്, അതായത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഈ മലയാളി റെസ്റ്റോറൻ്റാണ്, കേരള സ്റ്റൈൽ ഫുഡാണ്, കുമരകം എന്ന് പറയണത്. പണ്ട് വേളശ്ശേരിയായിരുന്നു, പിന്നീട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി, ഇപ്പം പള്ളിക്കരണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് നീത്തുവിന് ഒന്നും വേണ്ട. കാരണം അവൾ ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇത്രേ. അവൾക്ക് സംഗീതയിൽ പോകണം അല്ലെങ്കിൽ ഗീതത്തിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം അത് നടന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ കയറിയത് അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അങ്ങനെ അവൾക്ക് ഒരു അടപ്രഥമനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ച് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ വാങ്ങിച്ച തിങ്സും ഇതിൽ കാണിക്കുന്നുണ്ട്. സാധാരണ അങ്ങനെയാണല്ലോ, നമ്മളൊരു കമ്മൽ വാങ്ങാനാണ് കയറിയത്. അപ്പോഴേക്കും എല്ലാവരും ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിറങ്ങുമല്ലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി വാങ്ങിച്ച തിങ്സാണിത്. പൗഡർ മാത്രം ഞാനാണ്. പൗഡർ എന്ന് പറഞ്ഞാൽ മറ്റേ ലാക്മേയുടെ കോമ്പാക്ട് പൗഡർ മാത്രമേ എൻ്റെ, ബാക്കി എല്ലാവരുടെയാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. സാറ്റർഡേ നൈറ്റ് അല്ലേ, എന്തായാലും പടം കാണുമല്ലോ. അങ്ങനെ നമ്മളൊരു പടമൊക്കെ കൂടി കണ്ടതിന് ശേഷം അന്ന് ഫുള്ള് റെസ്റ്റായിരുന്നു, പഠിപ്പേ ഉണ്ടായിട്ടില്ല. സൺഡേ ഫുള്ള് ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം. അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും കേട്ടോ.